ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പെരുന്നാൾ വിഷു സ്പെഷ്യലായിട്ട് പിന്നെ തിയേറ്റർ റിലീസ് ചെയ്ത 3 സിനിമകളും കണ്ടു. ഈ 2 സിനിമകൾ ഇന്നലെ കണ്ടു, അതായത് വർഷങ്ങൾക്ക് ശേഷം. അതുകൂടാതെ പിന്നെ ആവേശം, ഈ 2 സിനിമകൾ ഇന്നലെ കണ്ടു. ഇന്ന് ജയ് ഗണേഷ് കാണാൻ പോയി. അപ്പോൾ ജയ് ഗണേഷിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു സർവൈവൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ് ജയ് ഗണേഷ് എന്ന സിനിമ. ഉണ്ണിമുകുന്ദനാണ് ഈ സിനിമ. ഉണ്ണിമുകുന്ദനും മഹിമ നമ്പ്യാർ, അശോകൻ എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പം ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് രഞ്ജിത് ശങ്കറാണ്. രഞ്ജിത് ശങ്കർ തന്നെയാണ് ഈ സിനിമ പിന്നെ തിരക്കഥ എഴുതിയിട്ടുള്ളതും. അദ്ദേഹവും അതുപോലെ തന്നെ ഉണ്ണിമുകുന്ദനും ഇവർ രണ്ടുപേരും ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമയുടെ പ്ലോട്ട് നോക്കാം. പ്ലോട്ടിലേക്ക് വരികയാണെങ്കിൽ ഉണ്ണിമുകുന്ദൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഗണേഷ്, അദ്ദേഹത്തിന് പിന്നെ ചെറുപ്പത്തിലൊരു ബൈക്ക് ആക്സിഡൻറ്റിൽ അരക്കി താഴോട്ട് തളർന്നു പോവുകയാണ്, 2 കാലും തളർന്നു പോവുകയാണ്, വീൽ ചെയറിലാണ്. ഒരു ഗ്രാഫിക് ഡിസൈനർ, അതുപോലെ തന്നെ പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും, ജോലി ചെയ്യുമായിരിക്കും. സ്വന്തമായിട്ട് തന്നെ പിന്നെ എന്താ പറയുക, സ്വന്തമായിട്ട് തന്നെ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളായിരിക്കും. ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ലൈഫ് എങ്ങനെയെന്നുള്ളതാണ് ഫസ്റ്റ് ഹാഫിൽ കാണിച്ചു പോകുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് പിന്നെ ഈ ഗണേഷ് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ഒരു കോമിക് ബുക്ക് തയ്യാറാക്കുന്നുണ്ടാവും ജയ് ഗണേഷിൻ്റെ പേരിൽ, അതെങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുള്ള കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പിന്നെ കാണിച്ചാണ് ഫസ്റ്റ് ഹാഫിലേക്ക് എത്തുന്നത്. ഫസ്റ്റ് ഹാഫിൽ ഇൻ്റർവൽ ബ്ലോക്കിലാണ് ശരിക്കും കഥ, ആ ഇൻ്റർവൽ ബ്ലോക്കിൽ നിന്നാണ് ശരിക്കും കഥ മുന്നോട്ട് പോകുക. കഥയിലേക്ക് എത്തുന്നത്, ഈ ഒരു സിനിമയുടെ മെയിൻ പ്ലോട്ടിലേക്ക് എത്തുന്നത് ഇൻ്റർവെല്ലാണ്. അപ്പോൾ അതിനുശേഷം ആണ് സിനിമ ഒരു ഏവറേജ് ഫസ്റ്റ് ഹാഫ്, ഒരു എബോ ആവറേജ് സെക്കൻഡ് ഹാഫ്, ആ രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു സിനിമ. സെക്കൻഡ് ഹാഫിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എൻഗേജ് ചെയ്ത് നിർത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ സിനിമയുടെ മറ്റ് ടെക്നിക്കൽ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാവരും ഒക്കെ ഫീൽ തന്നെയായിരുന്നു. മ്യൂസിക് ആയിക്കോട്ടെ, എന്തും എല്ലാം ഒരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പെർഫോമൻസുകൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും നൈസ് പെർഫോമൻസ് തന്നെയായിരുന്നു. പിന്നെ ഉണ്ണിമുകുന്ദൻ്റെ പ്രത്യേകം പറയണം, ക്ലൈമാക്സിനൊക്കെ കിടലം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസ്. ആ കാല് വയ്യാത്ത ആ ഒരു സംഭവം ഒക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉണ്ണിമുകുന്ദൻ്റെ ഒരു ഡയലോഗ് ഡെലിവറി, അതിൽ ചെറിയൊരു പ്രോബ്ലം എനിക്ക് തോന്നി. ഈ ഷൗട്ട് ചെയ്യുന്ന, ദേഷ്യം പിടിച്ച് സംസാരിക്കുന്നത്, കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത്, അങ്ങനെ കുറച്ച് സൗണ്ട് സംസാരിക്കുന്ന സമയത്ത് ചില ഡയലോഗ്സ് ഒന്നും നമുക്ക് മനസ്സിലാകാത്ത പോലെ തോന്നി. എൻ്റെ ഒരു ഒപ്പീനിയനാണ് കേട്ടോ, എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം എന്നില്ല, എനിക്കങ്ങനെയാണ് തോന്നിയത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു തവണ കണ്ടു നോക്കാവുന്ന നല്ലൊരു എന്താ പറയുക, ഒരു ഇൻവെസ്റ്റിഗേഷൻ സർവൈവൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഇൻ്റർവെല്ലിന് ശേഷം ഒരു സർവൈവൽ മൂഡിലേക്കൊക്കെ സിനിമ പോകുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇതാണ് സംഭവം. പിന്നെ ഈ സിനിമയിൽ മറ്റേ നമ്മൾ മംഗളവാരം എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ചൊവ്വാഴ്ച, ഒരു കന്നഡ മൂവി. അപ്പോൾ അതിലൊരു ഡോക്ടറായിട്ട് വരുന്നൊരു കഥാപാത്രമുണ്ട് ഈ സിനിമയിലും ഉണ്ട്, ചെറിയൊരു കഥാപാത്രമായിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ സിനിമയിലെ സ്റ്റോറി എന്ന് പറയുന്നത് പ്രഡിക്റ്റബിൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഒരു ആവറേജ് ഫസ്റ്റ് ഹാഫിൽ ഒരു ആവറേജ് ആയിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന സമയത്ത് പ്രഡിക്റ്റബിൾ ആണെങ്കിൽ പോലും സെക്കൻഡ് ഹാഫിൽ നമ്മളെ കുറച്ചെങ്കിലും പിടിച്ചിരുന്നുണ്ട് ഒരു പോസിറ്റീവാണ് ഈ സിനിമയ്ക്കുള്ളത്. ആ സ്റ്റോറി വൈസ് നോക്കുകയാണെങ്കിൽ ചെറിയ പോരായ്മകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. എന്നാലും ഒരു തവണ കണ്ടു നോക്കാവുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് ഈ സിനിമയെ തോന്നിയിട്ടുള്ളത്. പിന്നെ മറ്റ് 2 സിനിമകൾക്കിടയിൽ ഈ സിനിമ എത്രത്തോളം മുന്നോട്ട് പോകുമെന്നുള്ളൊരു ഐഡിയ ഇല്ല. അത്രയും ഗംഭീര പടമൊന്നുമല്ല, ഒരു തവണ കണ്ടു നോക്കാം. ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ് കേട്ടോ. ഫാമിലി ആയിട്ട് കാണാൻ, ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി ആണെങ്കിൽ പോലും വെട്ടോ കുത്തോ അങ്ങനെയുള്ള സംഭവങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് എല്ലാവർക്കും പിന്നെ കാണാൻ പറ്റിയ നല്ലൊരു സിനിമ, അത്രയേ ഉള്ളൂ. വലിയ കോമഡി കാര്യങ്ങളൊന്നും എവിടെയില്ല സിനിമയിലുള്ളതാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വന്ന 2 സിനിമകളും കിടലൻ കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ വലിയ കോമഡി കാര്യങ്ങളൊന്നുമില്ല. ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ നല്ലൊരു സിനിമ, നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ. കണ്ടു നോക്കുക, തിയേറ്ററിൽ കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. എനിക്ക് ഈ ഒരു സിനിമ ഒരു ആവറേജ് അനുഭവമായിരുന്നു ഈ ഒരു സിനിമ എനിക്ക് സമ്മാനിച്ചത്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. എന്തായാലും തിയേറ്ററിൽ പോയി സിനിമ കാണാം. സിനിമ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.